ഹായ് ഓൾ, മോഡൽ ടെസ്റ്റ് പേപ്പർ CA ഇൻറ്റു മെയ് 2025 നമുക്ക് ഓരോന്നായിട്ട് കവർ ചെയ്യാം. ആക്ച്വലി 8 മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സാണ് ഉള്ളത്. സോ അതിൽ 5 നമുക്ക് ഈ സെഷനിൽ എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓരോന്നുമായിട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇതിൻ്റെ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കമ്പാരിസൺ ഈസി ആയിരിക്കും. അതിൽ GSTയുടെ മാത്രം എടുത്തിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് സി വൺ ബൈ വൺ. സോ ദ ഫസ്റ്റ് മോഡൽ ടെസ്റ്റ് പേപ്പർ, ആദ്യം ഒരു സിനേരിയോ അനാലിസിസ് ആണ് എല്ലാ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സിലും എക്സാമിനേഷനും ഉള്ളത്. സോ ലെറ്റ് സി വൺ ബൈ വൺ. ഓക്കെ, സോ ഇതിൽ നമ്മളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരിക്കും ഞാൻ മെറ്റീരിയൽ എടുത്ത് കാണിക്കുന്നത്. വേഗം തീർക്കാനായിട്ട് വിൽ റീഡ് ദിസ് വൺ, എന്നിട്ട് ഓരോ MCQയും ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് നമ്മളുടെ മെറ്റീരിയലിൽ അല്ലേ GST മന്ത്രാസിൽ എവിടേക്കാണ് അതുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആൻസർ നോക്കും. ഓക്കെ, സോ എത്ര ക്വിക്കായിട്ട് ഓരോ MTPയും നോക്കി പോവാമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ the first question is XYZ Electronics is a leading electronic goods manufacturing company. So goods ആണ് ഡീൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇൻ ഡൽഹി ആണെന്ന് മനസ്സിലായി. The company produces a wide range of products including smartphone, laptops. Okay, so manufacture ആണെന്ന് മനസ്സിലായി. The sales by the company mainly through distributors on the following ക്രെഡിറ്റ് ടേംസ് ആണുള്ളത്. ലാപ്ടോപ്സ് 15 days ക്രെഡിറ്റ് കിട്ടും, സ്മാർട്ട് ഫോൺസ് 90 days ഉള്ളത്, ആൻഡ് അതർ ഫോൺ ലൈക്ക് അപ്ലയൻസസ് 45 days ഉള്ളത്. ഡ്യൂറിങ് ദ ഇയർ ദ കമ്പനി പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി വർത്ത് 1 കോടി രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തു. ഓക്കെ, എക്സ്ക്ലൂസീവ് ഓഫ് GST ആണ്. The GST rate for such plant and machinery is 18% ആണ് plant and machinery. So plus 18% വരും. The input tax credit on such plant and machinery is not blocked. Blocked അല്ല. 17(5) ഒന്നും blocked അല്ല. Under the provisions of CGST Act. Okay, so 1 crore plus 18% GST വരും. That is 18 lakhs വരും GST. Okay. And the company is planning to demerge ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. Its operation in relation to laptops and computer accessories from the next financial year onwards. Okay, and the demerged entity will be a separate legal entity ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. Okay, in form of a wholly owned subsidiary of the company having common board of directors. അപ്പോൾ റിലേറ്റഡ് പാർട്ടിയുടെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. The company also participates in domestic and international level trade fairs to showcase its products and sales through various those events. The Electronic Association of Rajasthan is organizing a trade fair in Jaipur. ജയ്പൂരിൽ ഒരു ട്രേഡ് ഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് രാജസ്ഥാനിൽ. ദ കമ്പനി എവിടെയുള്ളതാണ്? കമ്പനി ഡൽഹിയിലുള്ളതാണ്. ഓക്കെ, സോ ദ കമ്പനി ഈസ് കീൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സെയിം. ഓക്കെ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ടു എൻഷുർ ദ GST compliance. The company wants to obtain GST registration as a casual taxable person in the state of രാജസ്ഥാൻ. നമ്മൾ ഓൾറെഡി നോക്കിയാണ് സെക്ഷൻ നമ്പർ 27 കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എത്ര ദിവസം വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. The company obtained the GST registration as a casual taxable person. എത്ര ദിവസത്തേക്കാണ്? യെസ്, 45 daysലേക്ക് ഇത് ഒപ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഇത്തരം പീരീഡ് ഓഫ് ഡേയ്സ് ഉണ്ട് അവിടെ വാലിഡിറ്റി ഉള്ളത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. ദ കമ്പനി ട്രാൻസ്ഫർഡ് ദ ഗുഡ്സ് ഫ്രം one godown in Delhi to another godown in Gujarat. അപ്പോൾ ഡൽഹിയിലുള്ള ഒരു ഗോഡൗണിൽ നിന്ന് ഗുജറാത്തിലുള്ള വേറൊരു ഗോഡൗണിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. wherein the company has a registered place of business. അവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ ഷെഡ്യൂൾ 1 വരുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. The value of the goods transferred എത്ര? 5 കോടിയാണ്. ആൻഡ് ദ റേറ്റ് ഓഫ് GST ആപ്ലിക്കബിൾ ഫോർ ട്രാൻസ്ഫർ ഈസ് 18%. സോ 5 കോടിയുടെ ഗുഡ്സ് ആണ് എന്ത് ചെയ്തത്? ട്രാൻസ്ഫർ ചെയ്തത്. സോ അതിൻ്റെ GST പ്ലസ് 18% കൂടി എന്ത് വരും? സോ 10 ലക്ഷം ആണെങ്കിൽ എത്ര വരും? 10 കോടിയാണെങ്കിൽ എത്ര വരും? 1.8 crore വരും. സോ അതിനെ ബേസ് ചെയ്തിട്ട് 18% 5 crore ഉള്ളത്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂഡ് ആൻഡ് ദ GST വാസ് ഡിപ്പോസിറ്റഡ് ബൈ ദി കമ്പനി. സോ 10 കോടിയുടെ 18% എന്ന് പറയുമ്പോൾ 1.8 crore. സോ 5 കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി അല്ലേ. സോ 90 lakhs ആയിരിക്കും GST ഇതിനകത്ത് വരുന്നത്. However, the consideration was not paid. പേ ചെയ്തില്ല ബൈ ദ ഗുജറാത്ത് ഓഫീസ്. സോ ഒരു ഗോഡൗണിൽ നിന്നും വേറൊരു ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. പക്ഷേ ഈ ഗോഡൗൺ എന്ത് ചെയ്തില്ല? പേയ്മെൻറ്റ് ചെയ്തില്ല. അപ്പോൾ 180 daysനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡൽഹി ഓഫീസ് ഈവൻ ആഫ്റ്റർ 180 days ഫർദർ ദർ വാസ് നോ റിവേഴ്സ് മൂവ്മെൻറ്റ് ഓഫ് സച്ച് ഗുഡ്സ് ഫ്രം ഗുജറാത്ത് ഗോഡൗണിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു പോയൊന്നുമില്ല, പേയ്മെൻറ്റും ചെയ്തില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് 1 to 6 ആൻസർ ചെയ്യാന്നുള്ളതാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മളുടെ ലേണിംഗ് ഇതെന്ന് വെച്ചാൽ MTPയുടെ ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നമ്മൾ MCQ നോക്കിയിട്ട് നമ്മളുടെ മൊഡ്യൂളിൽ എവിടെയാണുള്ളത് നോക്കും GST മന്ത്രാസിൽ. എന്നിട്ട് നമുക്ക് ആൻസർ ഇവിടെ ഉണ്ട്. സോ ആൻസർ ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്ത് പോവാം. ഇസ് ദാറ്റ് ക്ലിയർ?
വാട്ട് ഇസ് ദ ടൈം ലിമിറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ഫോർ ദ സപ്ലൈ ഓഫ് സ്മാർട്ട് ഫോൺസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം ടൈം ലിമിറ്റ് ടു ഇഷ്യൂ ഗുഡ്സ് അല്ലേ. ഗുഡ്സ് ആകുമ്പോഴേക്കും 12 സബ്സെക്ഷൻ എന്ത് ചെയ്യണം, 2 പോകണം അല്ലേ. സോ ഓവർ ഹിയർ ടൈം ഓഫ് സപ്ലൈയിലേക്ക് എന്ത് ചെയ്യണം, പോകണം. ആൻഡ് 12 സബ്സെക്ഷൻ 2 എന്ത് ചെയ്യണം, പോകണം. ഡേറ്റ് ഓഫ് റിമൂവൽ. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, ഫോർവേഡ് ചാർജ് ഗുഡ്സിൻ്റെ കേസിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ലാസ്റ്റ് ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ്, വാട്ട് ഇസ് ദ ടൈം ലിമിറ്റ് ടു ഇഷ്യൂ ആണ് 31st day ഫ്രം ദ ഡേറ്റ് ഓഫ് റിമൂവൽ. ആ സർവീസസിൻ്റെ കേസിലാണ് അങ്ങനെയൊക്കെ വരുന്നത്. ഇൻവോയ്സ് ഷാൽ ബി ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ. ഓക്കെ, shall be issued at the time of receiving the goods ആകുമ്പോൾ receiving the payment ആവശ്യമില്ല. Invoice shall be issued upon completion of credit terms അല്ല. So 1B ആയിരിക്കും എന്ത് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. Is that clear? Invoice shall be issued before or at the time of, you can refer to 12 subsection 2. Okay, is that clear? 1B. Moving further, in relation to plant and machinery purchased, എന്താ ചോദിച്ചിരിക്കുന്നത്, the company select the correct alternative. Okay, by the company select the correct alternative. എന്താ എത്ര രൂപയ്ക്കാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചിരിക്കുന്നത്, 1 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്ലസ് എത്രയാണ് അപ്പോൾ GST വരുന്നത്, 18 lakhs ആയിരിക്കും എന്ത് വരുന്നത്, GST വരുന്നത്. ITC on 18 lakhs can be claimed and the value of asset on the depreciation can be claimed. നമ്മൾ ഏത് സെക്ഷനിലേക്ക് പോകണം, 16 subsection 3 പോകണം അല്ലേ. 16 subsection C, നമ്മളുടെ കോഡ് എന്താണ്, GST മന്ത്രിയിൽ C ആണുള്ളത്. ക്ലെയിംഡ് ഡിപ്രിസിയേഷൻ ഓൺ ടാക്സ് ദെൻ നോ ITC. ഇസ് ക്ലെയിംഡ് ഡിപ്രിസിയേഷൻ ഓൺ ടാക്സ് ദെൻ നോ ITC എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ. Is that clear? 16.3 claimed depreciation on GST then no ITC. Is that clear? So ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. In relation to plant and machinery, select the correct alternative. Select ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. So ITC on 18 lakhs can be claimed and value of asset on depreciation can be claimed under the provisions of income tax shall be 1.8 crore അല്ല. കാരണം ITC ക്ലെയിം ചെയ്യാം, ടോട്ടൽ 1.8 crore ഡിപ്രിസിയേഷൻ ഉൾപ്പെടെ, ഐ മീൻ GST ഉൾപ്പെടെ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതല്ല. നെക്സ്റ്റ് തിങ്, ITC 18 lakh can be claimed and value of asset ഡിപ്രിസിയേഷന് വേണ്ടിയിട്ടുള്ള എത്രയായിരിക്കും, 1 crore. So it will be 2B ആയിരിക്കും ആൻസർ. കാരണം ITC 18 lakhs ക്ലെയിം ചെയ്യുകയും ചെയ്യും. IGST ഡിപ്രിസിയേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നത്, ഡിപ്രിസിയേഷൻ വാല്യൂ ഷാൽ ബി 1 crore കാരണം വിത്തൗട്ട് GST ഉള്ളതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ആൻസർ വിൽ ബി 2B ആയിരിക്കാം. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? 2B. ITC on 18 lakhs can be claimed and value of asset on which depreciation can be claimed under the income tax act shall be 1 crore. Is that clear? So moving further to next query, how shall the demerged entity treated? Demerge ചെയ്തല്ലോ, ആ എൻറ്റിറ്റിനെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഓക്കെ, അത് റിലേറ്റഡ് പാർട്ടി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഡെഫിനറ്റ്ലി ആയിരിക്കും, കാരണം വെച്ചാൽ വേറെ വേറെ GST ആയിരിക്കുമല്ലോ വരുന്നത്. ഓക്കെ, സോ പക്ഷേ ഒരു പുതിയ എന്താ പറയുക, പുതിയൊരു ഓർഗനൈസേഷനായിട്ടാണത് ഫോം ചെയ്യുന്നത്. പുതിയൊരു പാൻ ആയിരിക്കും വരണത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പുതിയൊരു GST ആയിരിക്കും വരണത്. സോ ഇവിടെ പറഞ്ഞായിരുന്നു ഡയറക്ടേഴ്സ് എല്ലാം സെയിം ആണെന്ന്, കോമൺ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ റിലേറ്റഡ് പാർട്ടിയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഓവർ ഹിയർ ഡീമേഴ്സ്ഡ് എൻറ്റിറ്റി ഷാൽ ബി ട്രീറ്റഡ് ആസ് വാട്ട്, റിലേറ്റഡ് പാർട്ടി. 3A ആയിരിക്കും എന്ത് വരുന്നത്, ആൻസറായിട്ട് വരുന്നത്. ഡീമേഴ്സ്ഡ് എൻറ്റിറ്റി ഷാൽ ബി treated as what, related party. Is that clear? ഡിസ്റ്റിങ്ക്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്സേ അല്ല, കാര്യം വെച്ചാൽ പുതിയൊരു പാൻ വരും, GST വരും, അഡീഷണൽ പ്ലേസ് അല്ല അല്ലേ. ഷാൽ ബി ട്രീറ്റഡ് ആസ് സോൾ സെല്ലിംഗ് ഏജൻ്റ് ഒന്നും അല്ല. ഓക്കെ, അതിലേക്കൊന്നും പോകണ്ട. 3A. The period of retention of books related to period prior to demerged, okay, under law shall be maintained for, നമ്മൾ സെക്ഷൻ നമ്പർ 36 കണ്ടായിരുന്നു അല്ലേ. സെക്ഷൻ 36 എവിടെയാണ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൽ എന്താ പറയുക 72 months എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. കൺസർവേഷൻ എത്ര നാളത്തേക്ക് വേണം എന്നുള്ളത്. പീരീഡ് ഓഫ് റിറ്റൻഷൻ ഓഫ് അക്കൗണ്ട്സ് എത്ര നാളാണ്, നോർമൽ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് 72 months എന്ന് മുതൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ്, ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് അല്ല, ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ആനുവൽ റിട്ടേൺ
നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഇവിടെ കണ്ടായിരുന്നു. ഓക്കെ, സെക്ഷൻ 36. ഇസ് ദാറ്റ് ക്ലിയർ? സോ മൂവിങ് ഫർദർ, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൻ്റെ ചാപ്റ്ററിലുള്ളത്. സോ ഇവിടെ എന്തായിരിക്കും, ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണോ അതോ 72 months ഫ്രം ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ആനുവൽ റിട്ടേൺ ആണോ? സോ ആൻസർ വിൽ ബി 4D ആയിരിക്കും ആൻസർ. ഇറ്റ് വിൽ ബി 4D. ഓക്കെ, 72 months from the due date of furnishing annual return for the relevant financial year. So moving further to the next query, fifth one, എത്ര നാളായിരിക്കും വാലിഡിറ്റി ഉള്ളത്? വാട്ട് ഇസ് ദ വാലിഡിറ്റി ഓഫ് GST രജിസ്ട്രേഷൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? ഇത് നമ്മൾ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഏബിൾ ടു സീ കാഷ്വൽ taxable person. Okay, casual taxable person ന്റെ കേസിൽ over here time limit to apply for casual taxable person. validity ഇവിടെ 5 ദിവസത്തിന് മുമ്പ് ചെയ്യണം. ആൻഡ് വാലിഡിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും 90 days എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സെക്കൻഡ്, ഓക്കെ, ആ തിയറി നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ അതിൽ ഉണ്ട്. ഓക്കെ, ഹിയർ നമുക്കിവിടെ നോക്കാം. ഹൗ മെനി ഡേയ്സ് ബിഫോർ, വാട്ട്സ് ദ വാലിഡിറ്റി പീരീഡ്? ഓക്കെ, ഇറ്റ് ഷാൽ ബി എത്രയായിരിക്കും, രജിസ്ട്രേഷൻ ഷാൽ ബി വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് സ്പെസിഫൈഡ് ഇൻ ദ രജിസ്ട്രേഷൻ ഓർ 90 days വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഫോർ രജിസ്ട്രേഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ദിവസമോ അതോ 90 days വിച്ച് എവർ ഈസ് ഏർലിയർ. സോ ഇവിടെ എത്രയാണ് സ്പെസിഫൈ ചെയ്തിരിച്ചത്, എത്ര ദിവസത്തേക്കാണ് വാലിഡിറ്റി ഉള്ളത്? ഇറ്റ് ഈസ് വാലിഡ് ഫോർ 45 days ആണ്. സോ 90 days വിച്ച് എവർ ഈസ് ഏർലിയർ, ആൻസർ വിൽ ബി 5A ആയിരിക്കും ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ വി ക്യാൻ സീ ഓവർ ഹിയർ ഇറ്റ് വിൽ ബി 5A. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ മൂവിങ് ഫർദർ, സോ ഇത് വേഗം നിങ്ങൾക്ക് നോക്കി തീർക്കാൻ പറ്റും, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നത്. So next one is what, which of the following statement is true in relation to non-payment of consideration? ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു നല്ലൊരു പോയിൻ്റ് ആണ്. ആക്ച്വലി ഷെഡ്യൂൾ 1-ലാണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ തമ്മിലുള്ള ട്രാൻസാക്ഷൻ സപ്ലൈ ആണെന്ന് പറയുന്നത് അല്ലെ. പ്രൈസ്, പെർമനൻറ്റ് ട്രാൻസ്ഫർ, റിലേറ്റഡ് പാർട്ടി അല്ലെ, ഇമ്പോർട്ട് ഓഫ് സർവീസസ്, സീച്ചർ, ചീഫ് പ്രിൻസിപ്പൽ ഏജൻറ്റ്. ഓക്കെ, ഐ വിൽ ടേക്ക് ദാറ്റ് കോഡ്, the mantra in the supply chapter. Price is a sole consideration. Even if price is not there, it will be treated as what? Supply. I hope you remember, even if price is not involved, it will be treated as what? Supply. So price illa 180 days എപ്പോഴാണ് പറയുന്നത്? 180 daysൻ്റെ കാര്യം എന്താ പറയുന്നത്? 180 days പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ITC എടുത്തത് റിവേഴ്സ് ചെയ്യണം എന്നല്ലേ പറയുന്നത്. ഇവിടെ പേയ്മെൻറ്റേ ഇല്ല, പ്രൈസ് ഇസ് നോട്ട് ഇൻവോൾവ്, കൺസിഡറേഷൻ ഇസ് നോട്ട് ദർ. സോ 180 daysൻ്റെ കാര്യം റെലവൻ്റ് അല്ല റിലേറ്റഡ് പാർട്ടി തമ്മിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആകുമ്പോഴേക്കും. ഇസ് ദാറ്റ് ക്ലിയർ? സോ കൺസിഡറേഷൻ ഉണ്ടെങ്കിലല്ലേ 180 days ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഓവർ ഹിയർ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ഗോഡൗൺ ഷാൽ റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗുജറാത്ത് ഗോഡൗൺ ഷാൽ റിവേഴ്സ് ITC വേണ്ട. ദ റെസ്ട്രിക്ഷൻ ഓഫ് 180 days ഫോർ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ present case. So the answer will be restriction applicable alla. Why? Consideration is not involved. Consideration involved allengil engane payment inde terms discuss cheyan pattum. So 180 days nulla payment cheyyuna karyam ivide restriction applicable alla. So answer will be 6C. Okay, so 6C. The restriction of what? Restriction of 180 days for the payment of consideration is not applicable in the present case. ഇതേപോലെ നിങ്ങൾ MTPs മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കാരണം യു വിൽ ഹാവ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എന്താ പറയുക ദ ക്വസ്റ്റ്യൻസ് ആൻഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് GST മാത്രമല്ല എല്ലാ പേപ്പേഴ്സിലും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടഫസ്റ്റ് സ്റ്റേജിലേക്ക് ഗോ ത്രൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വറി. Sanu Associates, Delhi, in engaged dealing in garments has ordered ladies suits from Sahiba Garments, Ludhiana, Punjabi എന്ത് ചെയ്തു ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. 350 kilometers away from warehouse. E-way bill generated by Sahiba Garments ആണ് ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്തത്. ഓക്കെ, സെല്ലർ. ആൻഡ് ദി ഓർഡർ ഇസ് കമ്മിങ് ബൈ എ നോർമൽ കാർഗോ ഫോർ ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസമാണ് വാലിഡിറ്റി ഉള്ളത് നോക്കാം. 200 days, 200 kilometer ആണെങ്കിൽ ഒരു ദിവസമല്ലേ വാലിഡിറ്റി ഉള്ളത് ഈ വേ ബില്ലിന്. സോ ഈ വേ ബില്ലിൻ്റെ ഇതെടുത്ത് കഴിയുമ്പോഴേക്കും
200 kilometers, right? So 200 കിലോമീറ്റേഴ്സിന് എത്ര ഡേയ്സാണ് വാലിഡിറ്റി ഉള്ളത്? 1 day അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കിലോമീറ്റേഴ്സാണ് ഉള്ളത്? ഇവിടെ ഉള്ളത് 350 കിലോമീറ്റേഴ്സ് ആണ്. സോ പാർട്ട് ഓഫ് ഇറ്റ് വിൽ ഓൾസോ ബി കൺസിഡേർഡ് ആസ് വാട്ട്, എന്താ ഇവിടെ പറയുന്നത്, അതിൻ്റെ പാർട്ടും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന പറയുന്നത് 1 day, okay, up to 1 day. Okay, so over here for every kilometer part thereof additional 1 day na part thereof, okay, or part thereof. Is that clear? So let's see, ഇവിടെ 350 ആണ്, പാർട്ട് ഉണ്ട്. സോ 200 പ്ലസ് ഇത് ഫുൾ ഡേ ആയി പ്ലസ് 150 പാർട്ട് thereof ഉണ്ട് 1 day ആയി. സോ 2 days ആയിരിക്കും വാലിഡിറ്റി ഉള്ളത്. ആൻസർ വിൽ ബി 7B ആയിരിക്കും ആൻസർ വരുന്നത്, 7B. Is that clear? So and next see next one, okay, 8th one, Pihu. Pihu Limited has registered office under the Companies Act in the state of Maharashtra. Maharashtra registered office ഉള്ളത്, from where it ordinarily carries out what business, taxable goods. It also has a warehouse where in the state of Telangana ഉണ്ട് ഒരു business place ഉണ്ട്. Okay, for storing the said goods, what will be the place of supply? ഏതായിരിക്കും പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് പിഹു ലിമിറ്റഡ് അണ്ടർ GST ലോ? സോ മഹാരാഷ്ട്രയിലുണ്ട് ഒരു പ്ലേസ് ഓഫ് ബിസിനസ്, വേറെ എവിടെയുണ്ട്? ഇവിടെയുണ്ട്, ഇവിടെ തെലങ്കാനയിലുണ്ട്. ഓക്കെ, സോ ഏതൊക്കെയായിരിക്കും? തെലങ്കാന ആയിരിക്കോ, അതോ മഹാരാഷ്ട്ര ആയിരിക്കോ, അതോ എയും ബിയും ആയിരിക്കോ? കാരണം രണ്ട് സ്ഥലമുണ്ടല്ലോ, രണ്ടും പ്ലേസ് ഓഫ് ബിസിനസ് തന്നെയാണ്. സോ ആൻസർ വിൽ ബി ഏതായിരിക്കും? ആൻസർ വിൽ ബി C, that is 8C. Let's see the answer. Okay, so 8C is the answer, that is A and B. രണ്ടും പ്ലേസ് ഓഫ് ബിസിനസ് തന്നെയല്ലേ? ബിക്കോസ് പ്ലേസ് ഓഫ് ബിസിനസ് ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോഡൗണും എല്ലാം എന്താവും? പ്ലേസ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമാകുന്ന പ്ലേസ് ഓഫ് സപ്ലൈയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ ഇത് എന്താ പറയുക, കുറച്ചുകൂടി ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റുഡൻസ് കഴിഞ്ഞ ബാച്ചിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഞാനിവിടെ എക്സൽ എന്താ പറയുക, RTP നോക്കിയപ്പോഴേക്കും എക്സൽ എടുത്തിട്ടാണ് കമ്പ്യൂട്ടേഷൻ എല്ലാം ചെയ്ത് കാണിച്ചത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയമെടുക്കും. സോ അതുകൊണ്ട് തന്നെ വാട്ട് ഐ വിൽ ഡു ഇസ്, അപ്പോൾ നിങ്ങൾക്കിത് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഐ വിൽ ഡു ഇസ്, ക്വറി വായിച്ചതിന് ശേഷം ഐ ഡയറക്ട്ലി ടേക്ക് ദി ആൻസർ ആൻഡ് അവിടെ എങ്ങനെ അതിൻ്റെ ഡിസ്ക്ലോഷറിന് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് വരാം. ഓക്കെ, എന്നിട്ട് യു ഹാവ് ടു വർക്ക് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് മാക്സിമം പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്ര എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ഫ്രം ദ ഇൻകം ടാക്സ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കണം. ഓക്കെ, സോ ലെറ്റ് സി വൺ ബൈ വൺ ഓരോ ക്വയറീസ് നോക്കാം. ഓക്കെ, വിഷ്ണു പ്രൈവറ്റ് ലിമിറ്റഡ്, എ രജിസ്റ്റേർഡ് സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, കൊൽക്കത്തയിലുള്ളതാണ്, ഹാസ് ഫർണിഷ്ഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫ്രം ദ മന്ത് ഓഫ് ഫെബ്രുവരി. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് വരുന്നതെന്ന് പറയാം. ഔട്ട്വേർഡ് സപ്ലൈസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ഔട്ട്വേർഡ് സപ്ലൈസ് ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യണം. ഔട്ട്വേർഡ് സപ്ലൈസിൽ ടാക്സബിളും ഉണ്ടാവും, എക്സംപ്റ്റും ഉണ്ടാവും. എക്സംഷൻ ചാപ്റ്റർ 12/2017 ബേസ് ചെയ്തിട്ടുള്ള. ഓക്കെ അല്ലേ? സോ എക്സംഷൻ ഉള്ളതിന് GST കമ്പ്യൂട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻവേർട്ട് സപ്ലൈസും ഉണ്ടാവും. ഇൻവേർട്ട് സപ്ലൈസിൽ എലിജിബിൾ ITC ഉള്ളതുണ്ടാവും, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സും ഉണ്ടാവും. സോ ഇങ്ങനെയായിരിക്കും ഈ ഒരു എന്താ പറയുക പ്രോബ്ലത്തിൽ വരുന്നത്. സോ ഔട്ട്വേർഡ് സപ്ലൈ അതൊക്കെ ഡിസൈഡ് ചെയ്യണം. ഔട്ട്പുട്ട് ടാക്സ് കണ്ടുപിടിക്കണം. ഇൻവേർട്ട് സപ്ലൈസ് ഡിസൈഡ് ചെയ്യണം. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ് മാറ്റിയിട്ടുള്ള ITC എന്ത് ചെയ്യണം, എടുക്കണം. പിന്നെ റിവേഴ്സ് ചാർജും ഉണ്ടാവും. റിവേഴ്സ് ചാർജ് എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഇൻ ക്യാഷ് അല്ലേ? ഔട്ട്പുട്ട് ടാക്സ് ക്യാൻ ബി പെയ്ഡ് യൂസിങ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലേ? എക്സ്ക്ലൂഡിങ് വാട്ട് ഔട്ട്പുട്ട് ടാക്സ് ഡെഫിനിഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് RCM. സോ RCM ഷുഡ് ബി പെയ്ഡ് ഇൻ ക്യാഷ്. സോ RCM ലയബിലിറ്റി ആയിട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. RCM 2 subsection 62 അനുസരിച്ച് ITC ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ ITC ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഡിസ്ക്ലോഷർ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രീഡ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഇൻക്ലൂഡിങ് എന്താ പറയുക 1 lakh റിസീവ്ഡ് ആസ് അഡ്വാൻസ്. ഗുഡ്സ് അല്ലേ? അപ്പോൾ തന്നെ ഏത് അപ്ലൈ ചെയ്യണം? 66/2017. ഗുഡ്സിന് അഡ്വാൻസിന് എന്തില്ല? GST ഇല്ല. നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? സോ ആൻഡ് സോ ഇൻഡസ്ട്രീഡ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഇൻക്ലൂഡിങ് 1 lakh റിസീവ്ഡ് ആസ് വാട്ട് അഡ്വാൻസ് ഇൻ ദി ഇൻവോയ്സ് ഫോർ ദി എൻറ്റയർ സെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡ്വാൻസിന് ഇല്ലെങ്കിലും സെയിൽ ബില്ല് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? റേസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് GST റേറ്റ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. The rate is 9% and what if it is interstate 18% ആണ് GST rates. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇവിടെ 7 പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് ഔട്ട്വേർഡ് സപ്ലൈസും ഇൻവേർട്ട് സപ്ലൈസും എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഔട്ട്വേർഡ് സപ്ലൈ പർച്ചേസ്ഡ് അല്ലേ? സോ ദിസ് ഇസ് റിലേറ്റഡ് ടു ITC. സർവീസസ് പ്രൊവൈഡഡ് അല്ലേ? സോ ദിസ് ഇസ് ഔട്ട്വേർഡ് സപ്ലൈസ്. മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ് അവൈൽഡ് അല്ലേ? സോ ദിസ് ഇസ് റിലേറ്റഡ് ടു ITC. ബ്ലോക്ക്ഡ് ആയിരിക്കോട്ടോ ചിലപ്പോൾ. ഗുഡ്സ് ട്രാൻസ്പോർട്ട് സർവീസസ് റിസീവ്ഡ് ഫ്രം എ GTA റിസീവ്ഡ് അല്ലേ? സോ ദിസ് ഇസ് ITC. ഇൻവേർട്ട് സപ്ലൈസ് ആണ്.
ഇൻഡർസ്റ്റേറ്റ് സർവീസസ് പ്രൊവൈഡഡ് അല്ലേ, സോ ദിസ് ഇസ് ഔട്ട്വേർഡ് സപ്ലൈ. ഇൻഡർസ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡഡ് അല്ലേ, സോ ദിസ് വൺ ഇസ് ഓൾസോ ഔട്ട്വേർഡ് സപ്ലൈ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വാട്ട്, ഇൻപുട്സ് ടു ബി റിസീവ്ഡ് അല്ലേ, ദിസ് ഇസ് ITC. സോ കണ്ടോ, നമ്മളപ്പോൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. എത്രയൊക്കെയുള്ളത്, 1 2 3 4 4 കാര്യങ്ങളുള്ളത്. ബാക്കിയെല്ലാം എന്താ, ITC റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ബാക്കി കാര്യങ്ങൾ ഉള്ളത്. സോ ഓവർ ഹിയർ ഇവിടെ 3 lakhs എടുക്കണോ അതോ 4 lakhs എടുക്കണോ എന്നുള്ള, 4 lakhs ഇൻവോയ്സ് റേസ് ചെയ്തു, 18% GST നമ്മൾ കണ്ടു. ഇത് ഇൻ്റർസ്റ്റേറ്റ് ആണോ ഇൻട്രാസ്റ്റേറ്റ് ആണോ, കൊൽക്കട്ടയാണ് ഉള്ളത്. ഇൻട്രാസ്റ്റേറ്റ് ആണ് ഇവിടെ സ്പെസിഫിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ 9% വരും. ഓൺ വിച്ച് വാല്യൂ, 4 lakhsലായിരിക്കും വരുന്നത്, കാരണം ഫുൾ അഡ്വാൻസ് കിട്ടിയെങ്കിലും ഫുൾ വാല്യൂവിന് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സ് റേസ് ചെയ്യുമ്പോഴാണല്ലോ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, date of issue of invoice or last date to issue invoice under section 31, whichever is earlier. Okay, so 4 lakhs ഇട്ടിട്ട് 9% GST SGST. നമുക്ക് ഞാൻ അടുത്ത സെയിൽ ഏതാ നോക്കിയാലോ. അടുത്ത സെയിൽ ഇവിടെ മൂന്നാമത്തെ പോയിന്റിൽ അടുത്ത സെയിൽ വരുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ സർവീസസ് സപ്ലൈഡ് ലേബർ കോൺട്രാക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് ഫോർ റിപ്പയറിംഗ് എ സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് അതർവൈസ് ദാൻ പാർട്ട് ഓഫ് വാട്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സ്. ഇറ്റ് ഇസ് എൻ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്നും പറയുന്നുണ്ട്. പ്യുവർ ലേബർ, യു റിമെമ്പർ എക്സംഷൻ ചാപ്റ്ററിൽ പ്യുവർ ലേബർ എന്താണെന്ന് പറയുന്നുണ്ടായിരുന്നു. എക്സംഷൻ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പ്രധാൻ മന്ത്രി, ഓക്കെ, ഓവർ ഹിയർ യു ക്യാൻ സീ ഹിയർ പ്യുവർ ലേബർ അല്ലേ, റെസിഡൻസ് അല്ലേ, വീട്ടിലേക്ക് ചെന്നു. അത് കഴിഞ്ഞിട്ട് ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് എക്സംഷൻ ചാപ്റ്റർ അല്ലേ. സർവീസസ് ബൈ വേ ഓഫ് വാട്ട്, പ്യുവർ ലേബർ കോൺട്രാക്ട്സ്, കൺസ്ട്രക്ഷൻ, ഇറക്ഷൻ, സർവീസിങ്, കമ്മീഷൻ, ഇൻസ്റ്റലേഷൻ ഓഫ് ഒറിജിനൽ വർക്ക്സ് ആണ് ഓഫ് സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ്. കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തന്നെയായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ വേർഡ്സ് അല്ല, കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇറക്ഷൻ ഉണ്ട്, കമ്മീഷൻ, ഇൻസ്റ്റലേഷൻ ഓഫ് ഒറിജിനൽ വർക്ക്സ് അല്ലേ, അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റിപ്പയർ ആണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പയർ ഓഫ് എ സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഉണ്ട്, റെസിഡൻഷ്യൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ റിപ്പയർ എക്സംഷനിൽ ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സർവീസ് ബൈ പ്യുവർ ലേബർ കോൺട്രാക്ട്സ് ഓഫ് കൺസ്ട്രക്ഷൻ, ഇറക്ഷൻ, കമ്മീഷനിങ്, ഇൻസ്റ്റലേഷൻ ഓഫ് ഒറിജിനൽ വർക്ക് പെർട്ടൈനിങ് ടു, ഇസ് ദ ക്ലിയർ? അപ്പോൾ അവിടെ റിപ്പയർ ഇല്ല, സോ അത് ടാക്സബിൾ ആണോ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ 1 lakh ആണ് അതിൻ്റെ വാല്യൂ ഉള്ളത്. സോ ഹിയർ വി ക്യാൻ സീ ഇൻട്രാസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു സീ ഹിയർ സർവ് റിപ്പയറിംഗ് അതർവൈസ് ദാൻ പാർട്ട് ഓഫ്, ഓക്കെ, അതെന്താ ടാക്സബിൾ ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? സർവീസസ് റെൻഡഡ് ബൈ വേ ഓഫ് ലേബർ കോൺട്രാക്ട്സ്. കാരണം റിപ്പയറിംഗ് ആണ്. അവിടെ എന്തില്ല, അവിടെ റിപ്പയറിംഗ് എക്സംഷൻ ഇല്ല. കൺസ്ട്രക്ഷൻ പുതിയതായിട്ട് ചെയ്യുക, ഇറക്ഷൻ ചെയ്യുക, കമ്മീഷനിങ് ചെയ്യുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. റിപ്പയറിംഗ് ഇറ്റ് വിൽ ബിക്കം വാട്ട്, ടാക്സബിൾ. ഇസ് ദാറ്റ് ക്ലിയർ? സോ 9,000 എന്ത് വരും, CGST SGST ആയിട്ട് വരും. അവിടുത്തെ ഔട്ട്വേർഡ് സപ്ലൈ എന്താ, ഇങ്ങനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഔട്ട്വേർഡ് സപ്ലൈ, ഇൻവേർഡ് സപ്ലൈസ് ഏതൊക്കെയാണെന്ന് വേഗം തന്നെ നിങ്ങൾ തന്നെ കോഡ് വേർഡ്സിൽ എന്ത് ചെയ്യണം, അബ്രിവിയേഷൻസിൽ അവർ നോട്ട് ചെയ്തിടണം. വേണമെങ്കിൽ O/W ഇടുന്നതിന് സെയിലിന് S, ഇൻവേർഡ് സപ്ലൈസിന് P എന്നിട്ടാലും മതി. ഓക്കെ അല്ലേ, സെയിലും പർച്ചേസും. ഓക്കെ അല്ലേ? സോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ, ഔട്ട്പുട്ട് ടാക്സ് കണ്ടുപിടിക്കാൻ വേഗം എളുപ്പമായിരിക്കും. സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്, തേർഡ് വൺ എന്താ ഉള്ളത് ഔട്ട്വേർഡ് സപ്ലൈസിൽ. തേർഡ് വൺ ഉള്ളത് ഇൻ്റർസ്റ്റേറ്റ് ആണ്. IGST വിൽക്കാം. ട്രെയിനിങ് ഇൻ സ്പോർട്സ് ആണ്. ഓക്കെ, പക്ഷേ ട്രെയിനിങ് ഇൻ സ്പോർട്സിൽ എക്സംഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന വിഷ്ണു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആർക്കേ എക്സംഷൻ ഉള്ളൂ, ആർട്സ്. യു റിമെമ്പർ ആർട്സ്. ഓക്കെ, എന്താ പറയുക, ആർട്സ് റിലേറ്റഡ്, എന്താ പറയുക, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. യു റിമെമ്പർ റിക്രിയേഷണൽ, നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ തന്നെയാണ് അത് ചെക്ക് ചെയ്തത് അല്ലേ. സ്പോർട്സ് ഹിയർ, ആക്ടിവിറ്റീസ് ഓഫ് റിക്രിയേഷൻ. ആരാണെങ്കിലാണ് ട്രെയിനിങ് ഓർ കോച്ചിങ് ബൈ എൻ ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ, എക്സംഷൻ ഉള്ളൂ. ഇവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. സോ ആ എക്സംഷൻ എന്തില്ല, അവൈലബിൾ ഇല്ല. സോ ദിസ് വിൽ ബിക്കം വാട്ട്, ടാക്സബിൾ. ഓക്കെ, എത്രയാണ്, 10,000 അല്ലേ, IGST വരും അല്ലേ. യു ക്യാൻ സീ ഓവർ ഹിയർ. സോ IGST, is that clear? IGST ആണ് വന്നിരിക്കുന്നത് 1,800. is that clear? ആൻഡ് നെക്സ്റ്റ് വൺ ഇസ്, അടുത്തതിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. എന്താ ഫോർത്ത് വൺ അല്ലേ, ഇതും കൂടിയുള്ള ഔട്ട്വേർഡ് സപ്ലൈസിൽ വരുന്നത് ഇൻ്റർ IGST വരും. അപ്പോൾ സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡ് ടു ഭാരത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടോ, HSSലാണ് കൊടുത്തിരിക്കുന്ന ആനുവൽ ഡേ. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം വെച്ചാൽ അപ് ടു HSS യു റിമെമ്പർ ഫീസ് അല്ലേ, ഫാക്കൽറ്റി എഡ്യൂക്കേറ്റഡ് സ്റ്റുഡൻസ് പേ ടു അഡ്മിഷൻ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. S എന്തായിരുന്നു, സെക്യൂരിറ്റി സർവീസസ്. C എന്തായിരുന്നു, എക്സംഷൻ ചാപ്റ്ററിലാണ് നമ്മളത് നോക്കിയത്. ശരിയല്ലേ, ഞാൻ എക്സംഷൻ ചാപ്റ്റർ ഇറ്റ് സെൽഫ് കണ്ടോ. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക എടുക്കുമ്പോഴേക്കും. അഡ്മിഷൻ ടു സ്കൂൾ, ഇസ് ദാറ്റ് ക്ലിയർ? Fees, just a second, I'll just take that code. I hope you understood. Okay, educational institution, alle, sorry, exemption, yeah, over here, school, security services, alle, ഇവിടെ എന്ത് സർവീസാണ് കൊടുത്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്യൂരിറ്റി സർവീസ് തന്നെ കൊടുത്തിരിക്കുന്നത് ഹയർ HSS വരെയാണ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇതാണ് നമ്മളുടെ കോഡിലേക്ക് വരുന്ന സെക്യൂരിറ്റി സർവീസസ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ലെറ്റ് സി, എക്സെംപ്റ്റ് ആണ് നമ്മൾ കണ്ടായിരുന്നു അവിടെ. ആൻഡ് എത്ര രൂപയുടെ സർവീസ് കൊടുത്തിരിക്കുന്നത്? ഇൻ്റർ സ്റ്റേറ്റിൻ്റെ 15,000 ആണ് കൊടുത്തിരിക്കുന്നത്. ലെറ്റ് സി ഓവർ ഹിയർ, ഇൻ്റർ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസസ് ടു ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദ ആനുവൽ ഡേ ഫംഗ്ഷൻ ടു ബി ഹെൽഡിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആനുവൽ ഡേ ഫംഗ്ഷനാണ്, അതായത് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്കൂളിന് സെക്യൂരിറ്റി എന്താ പറയുക ആയിട്ട് അവിടെ മോർണിംഗ് ടു നൈറ്റ് അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെയല്ല, ഒരു ഫംഗ്ഷൻ ഇവൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ പാർട്ടി. വി ക്യാൻ സി ഓവർ ഹിയർ, സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡഡ് ടു ഭാരത് ഹയർ സെക്കൻഡറി ഫോർ ആനുവൽ ഡേ ഫംഗ്ഷൻ ഓർഗനൈസ്ഡ് outside the school campus will be taxable as only security services provided within the premises of HSS ആണ് എന്തുള്ളത് എക്സെംപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു പോയിൻ്റാണ് നോക്കാനായിട്ടുള്ളത്. കാരണം നമ്മൾ ഡയറക്റ്റ്ലി നോക്കുമ്പോഴേക്കും ഇത് സെക്യൂരിറ്റി സർവീസ് ആണല്ലോ, അപ് ടു HSS ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഔട്ട്സൈഡ് ദി ക്യാമ്പസ് ആണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാനായിട്ട് ചാൻസസ് ഉണ്ടാവില്ല. സോ ഇത് ടാക്സബിൾ ആയിട്ട് വരും. എത്ര വരും? 18% IGST വരും, 2,700. സോ നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈസ് കഴിഞ്ഞു. ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഈസ് വാട്ട് ഇൻവേർഡ് സപ്ലൈസ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം കോമ്പോസിഷൻ ഡീലർ. ഓക്കെ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം കോമ്പോസിഷൻ ഡീലർ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം കോമ്പോസിഷൻ ഡീലർ സെല് ചെയ്യല്ലേ TTT, ഫാറ്റ്, മാറ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? അയാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല അല്ലേ? ITT അല്ലേ? ഇൻപുട്ട് ടാക്സ് cannot be taken, tax cannot be collected, and what IIT, ഇൻ്റർ സ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈ cannot be done. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തത്. സോ ITCയുടെ കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഇൻപുട്ട് നമുക്കൊന്നും ഉണ്ടാവില്ല. സോ ഇത് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് കിട്ടി ഓൾറെഡി, കണ്ടോ? ഔട്ട്പുട്ട് ടാക്സ് കിട്ടി. RCM ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് ടാക്സ് കിട്ടി. ഇനി ഇൻപുട്ട് ടാക്സ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എലിജിബിലിറ്റി ITC കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലെസ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മൂവിങ് ഫർദർ ITC നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്പണിംഗ് ITC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് ക്യാരി ഫോർവേഡ് ചെയ്തതാണ്, കണ്ടോ? യു ക്യാൻ സീ ഹിയർ ബിഗിനിങ് ഓഫ് ദ ടാക്സ് പീരീഡിൽ ITC ഉണ്ടായിരുന്നു 57,000, CGST, SGST ഒന്നുമില്ല, ആൻഡ് IGST 50,000. അത് എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഇടണം. ഓക്കെ, എപ്പോഴും ഇങ്ങനെ കോളംസ് കൊടുക്കുക. CGST, SGST ആൻഡ് IGST. ഓപ്പണിംഗ് എന്ത് ചെയ്യുക? 57,000 CGST ആൻഡ് 50,000 IGST എന്നിടുക. ഇത് 0 ആയിട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മാസത്തെ ആ ടാക്സ് പീരീഡിൽ ITC ഏതൊക്കെയാണ്, എലിജിബിൾ ITC ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ITC കിട്ടും. എന്നിട്ട് ഔട്ട്പുട്ട് മൈനസ് എലിജിബിൾ ITC കുറച്ചാൽ മതി. ഓക്കെ, ആൻസർ നമുക്ക് നെറ്റ് ടാക്സ് പേയബിൾ കിട്ടും. സോ യു ക്യാൻ സീ ഓവർ ഹിയർ കോമ്പോസിഷൻ ഡീലർ. ITC is not available in case of supply where tax has been paid under the composition. കാരണം അവർ നമ്മളടുത്ത് കളക്ട് ചെയ്യില്ല, നമുക്ക് ടാക്സ് ഇൻവോയ്സ് കിട്ടില്ല. ഇറ്റ് ഈസ് ഈസി ടു റിമെമ്പർ അല്ലേ? 2 പേരാണ് ബിൽ ഓഫ് സപ്ലൈ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. വൺ ഇസ് വാട്ട് എക്സം സപ്ലൈ, ദർ ഇസ് നോ ടാക്സ്, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വാട്ട് കോമ്പോസിഷൻ ഡീലർ. ഇൻവോയ്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് വാട്ട് മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ്ബാണ്. അത് ബ്ലോക്ക് ക്രെഡിറ്റ് ആണ്. നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു MD അല്ലേ? അത് നമ്മൾ ITCയുടെ ബ്ലോക്ക് ക്രെഡിറ്റിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു. അടുത്ത ITC ഏതാ ഉള്ളത്? സോ ദിസ് വൺ ഇസ് ഓവർ, ഇത് കിട്ടില്ല. അടുത്ത ITC 4th പോയിന്റ്, മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ്. ഓക്കെ, മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ് ITC മാൻഡേറ്ററി ആണെങ്കിൽ കിട്ടും അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, മെമ്പർഷിപ്പ് ഇൻ എ ക്ലബിൻ്റെ ITC കിട്ടില്ല. അത് നമ്മൾ ഇവിടെ കണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ് ITC അവൈലബിൾ, ഇറ്റ്സ് ഒബ്ലിഗേറ്ററി ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ, 17.5 നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോഡ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? LP സ്കൂൾ വെച്ചിട്ടുള്ളൊരു കോഡ് നമ്മൾ മന്ത്ര കണ്ടായിരുന്നു. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ദിസ് വൺ ഇസ് ഓൾസോ വാട്ട് നോട്ട് എലിജിബിൾ, ഇതും കിട്ടില്ല ITC. ഓക്കെ, സോ അതിൻ്റെയും ITC എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഓക്കെ, സോ ദിസ് വൺ ഇസ് ഓൾസോ നിൽ. ഇസ് ദാറ്റ് ക്ലിയർ? മെമ്പർഷിപ്പ് ഇൻ എ ക്ലബ്. നെക്സ്റ്റ് വൺ ലെറ്റ് സി, GTA കുറിച്ചുള്ളതാണ് അടുത്തത് പറയുന്നത്. അടുത്ത ITC വി ക്യാൻ സി ഓവർ ഹിയർ. GTA, good service received from a GTA. GTA has exercised option to pay 12%. 12% നമ്മൾ GTയുടെ ചാർജിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടായിരുന്നു പല ഓപ്ഷൻസ് ഉള്ളത്.
ഓക്കെ സോ 12% എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും ബില്ലിനകത്ത് GST ഉണ്ടാവും, GTA ഇൻപുട്ട് എടുക്കും, ഫോർവേഡ് ചാർജിലാണ് GTA ഇത് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇൻപുട്ട് എലിജിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇസ് അവൈലബിൾ. വൈ GTA is paying under forward charge 12% normal mechanism. Okay, so 24,000 ITC അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വാട്ട് ITC, ലാസ്റ്റ് വണ്ണും കൂടിയുള്ളൂ ITC, ലാസ്റ്റ് വൺ. സോ ദിസ് വൺ ഇസ് അവൈലബിൾ ഫോർ ലോട്ട്സിലാണെങ്കിൽ ഏത് ലോട്ടിലാണ് നമുക്ക് ITC എടുക്കാൻ പറ്റുന്നത്? ഫസ്റ്റ് ലോട്ടിലാണോ, സെക്കൻഡ് ലോട്ടിലാണോ, അതോ ലാസ്റ്റ് ലോട്ടിലാണോ? ലോട്ട്സിലാണെങ്കിൽ നമുക്ക് ITC എടുക്കാൻ പറ്റുന്നത് ലാസ്റ്റ് ലോട്ട് കിട്ടുമ്പോഴാണ് ITC എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓൺ ദ റെസിപ്റ്റ് ഓഫ് വാട്ട്, ലാസ്റ്റ് ലോട്ടിലാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. പ്രപ്പോർഷനേറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 4 ലോട്ട് ഉണ്ടെങ്കിൽ 4th ലോട്ട് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ITC എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ITCയുടെ ചാപ്റ്ററിൽ കണ്ടായിരുന്നു. സോ ഓവർ ഹിയർ ഫോർ ഔട്ട് ഓഫ് വിച്ച് സെക്കൻഡ് ലോട്ട് വാസ് റിസീവ് ഡ്യൂറിങ് ദ മന്ത്. സെക്കൻഡ് ലോട്ടിന് എടുക്കാൻ പറ്റില്ല ITC. എപ്പോഴും എടുക്കാൻ പറ്റുള്ളൂ? ലാസ്റ്റ് മന്തിൽ 4th ലോട്ട് കിട്ടുമ്പോഴേ ITC എടുക്കാൻ പറ്റുള്ളൂ. 4 ലോട്ട്സാണ്, 4th ലോട്ട് കിട്ടുമ്പോഴേ ITC എടുക്കാൻ പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ അതിൻ്റെയും ITC എന്ത് ചെയ്യില്ല, കിട്ടില്ല. സോ ഇതാണ് ടോട്ടൽ ITC വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് എത്രയായി? ഇത്രയുമായി. ഇൻപുട്ട് ടാക്സ് എത്രയായി? ഇത്രയുമായി. സോ നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടേഷൻ ചെയ്യുക, ദാറ്റ് ഇസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, IGST. എന്നെ തൊട്ടിട്ട് വേണം ഇവരെ തൊടാനുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു, ശരിയല്ലേ? എനിക്ക് ആദിത്യയും അവരെല്ലാവരും ഇൻവോൾവ് ആയിരുന്നു അതിനകത്ത്, റൈറ്റ്? സോ ജോഗനായിരുന്നോ? ഓക്കെ, എക്സാക്ട്ലി ഐ ഡോണ്ട് റിമെമ്പർ. സോ അതെല്ലാം വെച്ച് നമ്മൾ കണ്ടായിരുന്നു. സോ IGST ഷുഡ് ബി വാട്ട് ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് കംപ്ലീറ്റ്ലി. എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? CGST SGST ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഔട്ട്പുട്ട് ടാക്സ് എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. എന്നിട്ട് IGST എത്രയുണ്ട്? IGST 74,000 ഉണ്ട്. IGST എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 74,000 വരും. ഇസ് ദാറ്റ് ക്ലിയർ? സോ 45,000 പ്ലസ് 24,500 പ്ലസ് 4,500. Is that clear? So over here 10, 9, 10, 14 and 74,000. Is that clear? 74,000 ഇവിടെ fully utilize ചെയ്തിട്ടുണ്ട്. First against what? IGST liability. IGST liability എത്രയായിരുന്നു? 4,500. Then CGST or SGST in any order, in any proportion. Is that clear? പിന്നെയാണ് SGST CGSTയുടെ യൂസ് ചെയ്തത്. പേബിൾ ഇൻ ക്യാഷ് ആയിട്ട് ഒന്നുമില്ല, RCM ഒന്നുമില്ല. RCM ഉണ്ടായിരുന്നെങ്കിൽ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കൂടെ അവിടെ കൂട്ടിയാൽ ITCയുടെ കൂടെ കുറയ്ക്കുകയും ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻറ്റ് ബാലൻസസ് യു ഷുഡ് റൈറ്റ് ലവ് ലെറ്റേഴ്സ്. ഇവിടെ ലവ് ലെറ്റേഴ്സ് വന്നിരിക്കുന്നുണ്ടോ നോട്ട്സ് ആയിട്ട്? ലവ് ലെറ്റേഴ്സ് ഉറപ്പായിട്ട് എഴുതണം. അതർവൈസ് എക്സാമിനർ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ്. വൈ യു ഹാവ് കൺസിഡർ ദിസ്, വൈ യു ഹാവൻ കൺസിഡർ ദാറ്റ്. ഓക്കെ, സോ യു ഷുഡ് റൈറ്റ് ദ ലവ് ലെറ്റേഴ്സ്. ലവ് ലെറ്റേഴ്സ് മീൻസ് നോട്ട്സ് അല്ലേ? സഫിഷ്യൻറ്റ് ബാലൻസ് എല്ലാം കൊണ്ടിട്ട് പേയിങ് CGST ആൻഡ് ക്രോസ് യൂട്ടിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഇട്ട് വേറെ മിനിമൽ ക്യാഷ് ഫ്ലോ ഒന്നുമില്ല എന്നുള്ളത് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് സി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വയറി. ഇത് വാല്യൂ ഓഫ് സപ്ലൈനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. വെരി ബ്യൂട്ടിഫുൾ മന്ത്ര, ദാറ്റ് ഇസ് CA ലിപ്സ്റ്റിക്, റൈറ്റ്? CA uses one lipstick every day. The value of one lipstick is 15, section 15, right? So അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൈസ് ഓഫ് ദ ഗുഡ്സ് എക്സ്ക്ലൂഡിങ് എന്താ മൃദുൽ ആൻഡ് കാലു മോട്ടോഴ്സ് ഉള്ളത്. പ്രൈസ് ഡെഫിനറ്റ്ലി അത് വാല്യൂസ്. പാക്കിംഗ് ചാർജസ് യെസ്, CLP പാക്കിംഗ് ചാർജസ്. കമ്മീഷൻ യെസ്, എന്താ പറയുക, CSE കമ്മീഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? പേയ്മെൻറ്റ് ചാർജസ്, ഇൻസിഡൻ്റൽ ചാർജസ് ലിപ്സ്റ്റിക്കിലെ എന്താ പറയുക STI ഇൻസിഡൻ്റൽ ചാർജസിലേക്ക് വരും. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ ഡിസ്കൗണ്ട് ഫോർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഇയാൾക്ക് മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല. ഓക്കെ, ദി ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹാവ് നോട്ട് ബീൻ കൺസിഡർഡ് ബൈ ലവർ. സോ ആൻസർ ഇസ് ഓവർ. ഇവിടെ എത്രയായിരിക്കും? 11,000 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇവിടെ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഡിസ്കൗണ്ടും ഉണ്ട് അല്ലേ? സോ ഇറ്റ് വിൽ ബി 32 മൈനസ് 1,000, ഇറ്റ് വിൽ ബി 31,000. ആൻസർ ഓവർ. കമ്പ്യൂട്ട് GST ലയബിലിറ്റി കൂടി കമ്പ്യൂട്ട് ചെയ്യണം. എത്രയാണ് ടാക്സ് റേറ്റ്? 9%, 9% ആണ് 18%. ഓക്കെ, എല്ലാം IGST ആണോ അതോ CGST SGST ആണോ? Gulati Limited is a registered supplier in Mumbai, has supplied the goods to Mridul traders and Kalu traders located were in Ahmedabad and Pune. Okay, Gulati has furnished the following information. Is that clear? So എന്തായിരിക്കും വരുന്നത്? IGST ആണോ CGST SGST ആണോ? ഇവിടെ ഇൻട്രസ്റ്റേറ്റ് നടന്നിരിക്കുന്നത്. So answer is 11,000 and what? 31,000. You can see here 11,000 and what? 31,000. Is that clear? CLFC. So IGST and here it is what? CGST SGST. കാരണം പൂനെ എവിടെയുള്ളത്? പൂനെ is in
Maharashtra itself. Is that clear? So ഈ കേസിൽ CGST SGST വരും, and this case it will be what? IGST. Is that clear? So moving on to the next query. അടുത്തത് second one is like related to exemption ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്തൊരു കാര്യം. Let's see that one. Okay, next question, 2A ഉള്ളത്. Nath Services Limited registered under the GST is engaged in providing various services to government ആണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സർവീസസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എക്സംഷൻസിലേക്ക് ആണ് പോകേണ്ടത് അല്ലേ? ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോഴേക്കും ഗവൺമെൻറ് അല്ലേ? ആ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി ആ കോഡ് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റും. The company provides the following information with respect to service provided during the month of April. Supply of manpower for cleanliness of road not involving what goods. അപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? സർവീസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എക്സംഷൻസിൻ്റെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്യുവർ സർവീസസ് ഇൻ റിലേഷൻ ടു പഞ്ചായത്ത്, പ്യുവർ സർവീസ് എക്സ്ക്ലൂഡിംഗ് വർക്ക്സ് കോൺട്രാക്ട് അതർ ദാൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ്, പ്യുവർ സർവീസസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ എന്താ exempted ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇത് എന്തിലേക്ക് വരും? ഇത് എക്സംപ്റ്റഡിലേക്ക് വരും. ഇസ് ദാറ്റ് ക്ലിയർ? സർവീസസ് ഫെയർ പ്രൈസ് ഷോപ്സ്, റേഷൻ കടകൾ, അത് ഡെഫിനറ്റ്ലി എന്താണ് എക്സംപ്ഷൻ കാറ്റഗറിയിലേക്ക് വരും. യു ക്യാൻ സി ഓവർ ഹിയർ ഫെയർ പ്രൈസ് ഷോപ്സ്. ഓക്കെ, സർവീസസ് പ്രൊവൈഡ് ഫെയർ എക്സംപ്ഷൻ കാറ്റഗറിയിലേക്ക് വരും. സോ ദിസ് വൺ ഈസ് ഓൾസോ വാട്ട് എക്സംപ്റ്റഡ്. എപ്പോഴും ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാനായിട്ട് ഓർമ്മിക്കുക. ഓക്കെ, കാരണം ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു ട്വിസ്റ്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുന്നത്. സർവീസസ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ്സ് ബൈ മുനിസിപ്പൽ ഏരിയ ഇൻവോൾവിംഗ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫങ്ക്ട് ലൈറ്റ്സ് ആൻഡ് അതർ സ്പെയർസ് along with maintenance. Generally replacement of defunct lights, other spares constitute 35% of supply of service. 35% എന്താ സപ്ലൈ ഓഫ് സർവീസ്. സോ 100 രൂപയാണെങ്കിൽ അതിൽ 65 രൂപ ഗുഡ്സും 35 രൂപ എന്താ സർവീസ് പോർഷനുമാണ്. നമുക്ക് എക്സംപ്ഷൻ നോക്കിയാലോ എപ്പോഴാണ് എക്സംപ്റ്റഡ് ആവുന്നത് എന്നുള്ളത്. യു ക്യാൻ സി ഓവർ ഹിയർ 25% compensated supply of goods or services in value of supply, value of goods, okay, constitute what? Not more than ഗുഡ്സിൻ്റെ വാല്യൂ 25% കൂടാൻ പാടുള്ളൂ. സോ 100 രൂപയാണെങ്കിൽ 25 രൂപ വരെ ഗുഡ്സിൻ്റെ വാല്യൂ ആകാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയായിട്ടുണ്ട് ഗുഡ്സിൻ്റെ വാല്യൂ? ഇവിടെ ഗുഡ്സിൻ്റെ വാല്യൂ 25-ലും കൂടിയിട്ടുണ്ട്, 65 രൂപ ആയിട്ടുണ്ട്. സോ എന്തില്ല? എക്സംപ്ഷനിൽ ഇവിടെ ടാക്സബിൾ ആയിരിക്കും. സർവീസ് ഓഫ് ബ്രോഷർ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് അണ്ടർ ട്രെയിനിങ് പ്രോഗ്രാം ഫോർ വിച്ച് 70% എന്തായിരിക്കുന്നത്? ബോൺ ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ് ട്രെയിനിങ് ബൈ ഗവൺമെൻറ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? സാർ നല്ല ട്രെയിനിങ് തന്നു കോച്ചിൻ്റെ അടുത്ത് പറയുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതെല്ലാം കണ്ടായിരുന്നു. ട്രെയിനിങ് ആണെങ്കിൽ എന്താ പറയുന്നത്? എക്സംപ്ഷൻ്റെ ഇത് എത്ര ലിമിറ്റാണ് പറയുന്നത്? ഓവർ ഹിയർ ട്രെയിനിങ് ആണെങ്കിൽ ഇറ്റ് 75% ഓർ മോർ ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആര് ബെയർ ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്. ഇവിടെ എത്രയേ ബെയർ ചെയ്തിട്ടുള്ളൂ? 70% ബെയർ ചെയ്തിട്ടുള്ളൂ. സോ ദിസ് വൺ ഇസ് വാട്ട്? Taxable. So exempt, taxable. So let's see. So it will be exempt, manpower, pure labor, exempt, taxable, and what? Exempt. Is that clear? Okay. So moving on to the next query. ശുഭ്, ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്രാവശ്യം RTP ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാനായിട്ട് കാര്യം ഡയറക്ടറിൻ്റെ RCMനെ കുറിച്ചുള്ളൊരു കാര്യമാണ്. ശുഭ് ഡയറക്ടർ ഓഫ് സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ആണ്. പ്രൊവൈഡ് സർവീസ് ഓഫ് ദി കമ്പനി. ഡയറക്ടറിന് 194 ജയിലും കിട്ടും എമൗണ്ട്, കമ്പനിയിൽ നിന്ന് 192-ലും കിട്ടും. ഓക്കെ, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവിടുത്തെ എംപ്ലോയി കണക്ക് തന്നെയായിരിക്കും. സോ 192-ലായിരിക്കും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് GST ആപ്ലിക്കബിലിറ്റി അവിടെ വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇതിൽ നമുക്ക് RCM ആണോ എങ്ങനെയാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. സോ ശുഭിന് എന്ത് കിട്ടുന്നുണ്ട്? 1,25,000 റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വെദർ GST ആപ്ലിക്കബിൾ ഇൻ ദ ബിലോ മെൻഷൻഡ് ഇൻഡിപെൻഡൻറ്റ് കേസസ്. ഇഫ് എസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ആരാണ് ലയബിൾ ടു പേ GST എന്നുള്ളതാണ്. ശുഭ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്, എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റാർ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് നോട്ട് എൻ എംപ്ലോയി. എംപ്ലോയി ആണെങ്കിൽ എന്ത് വരും? സാലറി ആയിട്ട് വരും. 192-ലായിരിക്കും TDS വരുന്നത്. GST ആപ്ലിക്കബിൾ അല്ല. എവിടെയാണ് നമ്മൾ കേട്ടത്? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഷെഡ്യൂൾ 3-ലേക്ക് പോകും അല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? സോ ഈ കേസിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ GST ആപ്ലിക്കബിൾ. ഹൂ ഈസ് ലയബിൾ ടു പേ? നമ്മൾ RCMൻ്റെ ചാപ്റ്ററിൽ എന്തായിരുന്നു? ചാർജിൽ നമ്മൾ കണ്ടായിരുന്നു ഡയറക്ടർ അല്ലേ? ഡയറക്ടർ ആണെങ്കിൽ ഹൂ ഈസ് ലയബിൾ ടു പേ എന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഡയറക്ടർ ആണെങ്കിൽ ദ കമ്പനി ഓർ ദ ബോഡി കോർപ്പറേറ്റ് ഷുഡ് പേ അണ്ടർ വാട്ട്? RCM. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇൻ ദ ഫസ്റ്റ് കേസ് ആസ് പെർ പാരാ 1 ഷെഡ്യൂൾ 3 ഉണ്ടോ? അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഷെഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ സെക്ഷൻ നമ്പേഴ്സൊക്കെ എന്ത് ചെയ്യണം? അതിൽ കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആസ് പെർ സെക്ഷൻ റെഡ് വിത്ത് ഷെഡ്യൂൾ 3 ഓഫ് CGST ആക്ട് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതണം. സോ എംപ്ലോയറിൻ്റെ കാര്യം ഇവിടെ പറയുന്നതാണ്. ഓക്കെ, സോ സർവീസ് ഇൻഡിപെൻഡൻ്റ് ആണ്. എംപ്ലോയി അല്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആണെങ്കിൽ എന്തല്ല? എംപ്ലോയി അല്ല എന്ന് പറയുകയാണ്. സോ GST വരും എന്ന് പറയുകയാണ്.
സോ ഔട്ട്സൈഡ് ദി ഷെഡ്യൂൾ 3ൻ്റെ പുറത്താണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല അല്ല. എംപ്ലോയർ ആണെങ്കിൽ ഷെഡ്യൂൾ 3 സപ്ലൈ അല്ല. ഓക്കെ, ദസ് GST is applicable ആണ് ആൻഡ് private body corporate is liable to pay under RCM. Is that clear? Next situation, let's see. Shubh is an, so ഈ MTP എന്ന് വെച്ചാൽ പഠിപ്പിക്കാനുള്ളൊരു ഇതല്ല, പഠിച്ച കാര്യങ്ങൾ അനലൈസ് ചെയ്യണം, അതുകൊണ്ടാണ് ഇത്രയും വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ Shubh, എക്സ്ക്യൂസ് മീ, Shubh is an executive director ആയി അടുത്തതിൽ. ഓക്കെ, Shubh is an executive director, എംപ്ലോയി ആയി അല്ലേ. നമ്മൾ ഷെഡ്യൂൾ 3 സപ്ലൈയിൽ കണ്ടായിരുന്നു, ഇൻ ഷെഡ്യൂൾ 3 അല്ലേ. ഷെഡ്യൂൾ 3 നമ്മൾ കണ്ടായിരുന്നു. ഇത് ഓൾറെഡി മെറ്റീരിയൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ അനാലിസിസ് ഫ്ലെയിം, ഇറ്റ് ജസ്റ്റ് സ്പ്രെഡ് ലൈക്ക് എ ഫ്ലെയിം അല്ലേ. ജസ്റ്റ് സെക്കൻഡ്, ഫ്ലെയിം അല്ലേ. ഫ്ലെയിമിൽ ആയിരുന്നു അല്ലേ, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഷെഡ്യൂൾ 3. ഇസ് എ ക്ലിയർ? എംപ്ലോയർ ആണെങ്കിൽ it is what, neither supply of goods nor what, supply of service. Is that clear? So moving further, ഇവിടെ ശുഭ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ശുഭ് എംപ്ലോയി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോ ഷെഡ്യൂൾ 3 will attract out of the total remuneration 1,25,000 രൂപയാണ് കൊടുത്തത്. അതിൽ 60,000 രൂപ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് സാലറി. 60,000 അപ്പോൾ സാലറിയുടെ ഡിക്ലെയർ ചെയ്ത്, അപ്പോൾ എന്തല്ല സപ്ലൈ അല്ല. ബാക്കി വരുന്നത് എത്രയാണ്? 65,000 ആണ്. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. സാലറീസ് ആൻഡ് subjected to TDS under section 192. However, 65,000 has been declared separately other than salaries in the Star Company Private Limited and subject to TDS 194 ജയിലാണ് അതിനെ ഡിഡക്ട് ചെയ്തത്. സോ രണ്ട് ആൻസർ ആയിരിക്കും വരുന്നത്. 60,000 എന്ത് വരില്ല, GST വരില്ല എന്നും ഇതിന് GST വരും എന്നും ആരാണ് ലയബിൾ എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ചെക്ക് ചെയ്യേണ്ടത്. The part of the directors remuneration declared as salaries എന്താ ഷെഡ്യൂൾ 3 വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ part of the directors remuneration in which declared separately എന്തായിരിക്കും അതിന് outside the scope of ഏതാ ഷെഡ്യൂൾ 3 ആണ്, outside the scope of schedule 3. സോ അതിനെന്ത് വരും, GST ആപ്ലിക്കബിൾ ആയിരിക്കും, റിവേഴ്സ് ചാർജ് വരികയും ചെയ്യും. സോ ഇൻ lieu of the above provision, 60,000 declared as salary is not taxable being consideration of service employee ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. For the 65,000 declared other than salary ആയിട്ട് ചെയ്തതിന് outside the scope of schedule 3 ആണ്. എന്നിട്ട് ആരായിരിക്കും liable? Star Company Private Limited is liable to discharge on reverse charge basis. Is that clear? സോ ചിലപ്പോൾ എന്താ പറയുക, RTPയിൽ ഒരു നല്ലൊരു ചോദ്യമുണ്ട്, റെൻറ്റിങ് RTPയിലാണെന്നുള്ളതിന് ഓർമ്മ. ലൈക്ക് റെൻറ്റിന് കൊടുക്കുവാണ്. ആര് കൊടുക്കുക റെൻറ്റിന്? ഓണർ, ഡയറക്ടർ സ്വന്തം പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ടാക്സബിലിറ്റി അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. RCM ആണോ ഫോർവേഡ് ചാർജ് ആണോ വരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ അത് പ്രത്യേകം ഒന്ന് നോക്കാം. സോ നെക്സ്റ്റ് ക്വയറി ഈസ് റിഗാർഡിംഗ് ദ രജിസ്ട്രേഷൻ, ലയബിലിറ്റി ടു ഗെറ്റ് വാട്ട് രജിസ്റ്റേർഡ്. എക്സാമിന് ഒരു സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സ് ആണെങ്കിൽ നമുക്കറിയാം എക്സ്ക്ലൂസീവ്ലി ആണെങ്കിൽ 40 lakhs, 3 ലിമിറ്റ്സ് ആ GST നമ്മളുണ്ട്. 10 lakhs TNM സ്ക്വയർ, 20 lakhs അല്ലേ, പിന്നെ എന്താ പറയുക 40 lakhs. 40 lakhs ആണെങ്കിൽ യു റിമെമ്പർ ദാറ്റ് സ്റ്റാമ്പ് ഡ്യൂ ആൻഡ് ഓൾ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ലൈക്ക് ഓൺ സായി ബിൽഡേഴ്സ് രോഹിണി, രോഹിണി ഡൽഹിയിലുള്ളതാണ്. ഈസ് എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ വാട്ട് ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ഓഫ് ബിൽഡിംഗ് ബ്രിക്സ് ആണ്. ബ്രിക്സ് എന്താ, ഗുഡ്സ് അല്ലേ? ഓക്കെ, എക്സ്ക്ലൂസീവ്ലി അല്ലേ എൻഗേജ് ചെയ്തിരിക്കുന്നത്? ബ്രിക്സ് അല്ലേ, ബ്രിക്സ് ആണ്. ഗുഡ്സ് അല്ലേ, ഗുഡ്സ് ആണ്. സോ 40 lakhs കിട്ടുമോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇറ്റ്സ് അഗ്രിഗേറ്റ് ആണ്. അവരുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 23 lakhs ആണ്. സോ ഗ്രേറ്റ് ബേസിക് ലിമിറ്റ് എത്രയാണ്? 20 lakhs എബവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷേ ബ്രിക്സ് അല്ലേ, ഗുഡ്സ് അല്ലേ, അപ്പോൾ 40 lakhs കിട്ടുമോ എന്നുള്ളതാണ്. നമുക്ക് ഇതൊന്ന് നോക്കിയാലോ, നമ്മളുടെ തിയറി പാർട്ടൊന്ന് ചെക്ക് ചെയ്താലോ രജിസ്ട്രേഷൻ ചാപ്റ്ററിലെ. You can see over here building bricks. എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതുണ്ടോ, എന്താ 40 lakhs കിട്ടും. എനി പേഴ്സൺ എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് ഹി വിൽ ഗെറ്റ് 40 lakhs കിട്ടും. എക്സെപ്റ്റ് എന്താ, ബ്രീഫ് എന്താ പറയുക, GST ഓഫീസർ സിംഗ് ഹേ മൈ ഡിയർ ഫ്രണ്ട് ഐ വിൽ ബ്രീഫ് യു ഹു ആർ നോട്ട് എലിജിബിൾ ഫോർ 40 lakhs. ബ്രീഫിൽ ബി നോക്കി ബ്രിക്സ് കണ്ടോ, ബിൽഡിംഗ് ബ്രിക്സ്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഗുഡ്സ് ആണെങ്കിൽ കൂടി ഈ കേസിൽ 20 lakhs ആയിരിക്കും രജിസ്ട്രേഷൻ ലിമിറ്റായിട്ട് എന്ത് ചെയ്യുന്നത്, താഴ്ത്തപ്പെടുന്നത്. സോ രജിസ്ട്രേഷൻ റിക്വയർഡ് എന്നല്ലേ നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ സോ ആസ് പെർ കണ്ടോ സെക്ഷൻ 22 ഒക്കെ എഴുതിയിട്ടുണ്ട്. ആർട്ട് അല്ലേ, അഗ്രിഗേറ്റ് ആണ് ഓർ എക്സീഡിങ് 20 lakhsൻ്റെ എന്ത് ചെയ്യണം, ഈ ലിമിറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. TNM സ്ക്വയർ ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാമ്പ് ഡ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.
സോ എന്താ പറയുക ബ്രിക്സ് അല്ല ബ്രീഫിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് കേസസ് എന്താ പറയുക ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റേർഡ് ആണ്. കാരണം 40 lakhs ലിമിറ്റ് കിട്ടില്ല. ബിൽഡിംഗ് ബ്രിക്സ് ആണ്. യു ക്യാൻ സി ഓവർ ഹിയർ exclusively goods ആണെങ്കിലും engaged in making building bricks, thus applicable threshold limit of will be what reduced to 20 lakhs ആണ്. building bricks engaged in goods ആണെങ്കിലും it is restricted. Is that clear? So next question, so registration required 40 lakhs അല്ല limit, 20 lakhs ആയിരിക്കും limit. Okay, Himachal Pradesh exclusively engaged in what? Himachal Pradesh exclusively engaged in intrastate supply of footwear and goods ആണ്. So his turnover in the current financial year is showroom 32 lakhs and showroom എത്രയാ 32 lakhs and he has another showroom where in Nagaland ആണ് TNM Square. TNM Square എന്താ പറയുന്നത് TNM Square അല്ലേ ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം. നാഗാലാൻഡ് ആയി അപ്പോൾ എത്ര ലിമിറ്റ് ആയി 10 lakhs ആയി. സോ 32 + 11 ഇറ്റ് വിൽ ബിക്കം എത്രയായിരിക്കും 3 + 43 lakhs ആയി. ഓക്കെ, സോ ഹിറ്റ്സ് രജിസ്ട്രേഷൻ ലിമിറ്റ് വിൽ ഗെറ്റ് റെഡ്യൂസ് ഡിക്ലൈൻ ടു എത്രയായിരിക്കും 10 lakhsലേക്ക് റെഡ്യൂസ് ആവും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? യു ക്യാൻ സീ ഹിയർ ഈസ് ലയബിൾ ടു ഗെറ്റ് രജിസ്റ്റർ അണ്ടർ GST ആസ് ഇസ് ടേൺ ഓവർ എക്സീഡ്സ് എത്രയാ 10 lakhs. അഗ്രിഗേറ്റ് ടേൺ ഓവർ അപ്പോൾ എക്സീഡ് ചെയ്ത് സോ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യണം രജിസ്ട്രേഷൻ എടുക്കണം. എവിടെയൊക്കെ രണ്ട് സ്ഥലത്ത് എടുക്കേണ്ടത്? ഹി വിൽ ഹാവ് ടു ടേക്ക് രജിസ്ട്രേഷൻ. എൻഹാൻസ് ലിമിറ്റിന് എലിജിബിൾ ആണ്, പക്ഷേ എൻഹാൻസ് ലിമിറ്റും കഴിഞ്ഞു പോയി. കൂടാതെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ എൻഹാൻസ് ലിമിറ്റ് നേരെ താഴേക്ക് വരും 10 lakhsലേക്ക് വരും. ഓക്കെ, സോ liable as his turnover exceeds 10 lakhs. Further, he is required to obtain registration in both Himachal Pradesh and Nagaland as aggregate turnover exceeded 10 lakhs. Is that clear? And also he is making what taxable supply. ഒരു സ്ഥലത്ത് നോൺ ടാക്സബിൾ സപ്ലൈ ആയിരുന്നെങ്കിൽ നമ്മൾ എക്സാമ്പിൾ കണ്ടായിരുന്നു. ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം രജിസ്ട്രേഷൻ എടുത്താൽ മതി. എക്സ്ക്ലൂസീവ്ലി നോൺ ടാക്സബിൾ സപ്ലൈ ആണെങ്കിലും ഈവൻ ഇഫ് ഇറ്റ് എക്സീഡ്സ് ദ രജിസ്ട്രേഷൻ ലിമിറ്റ് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് രണ്ടും ടാക്സബിൾ സപ്ലൈ ആയതുകൊണ്ട് ഹിമാചലിൽ എടുക്കണം. I'm sorry, നാഗാലാൻഡിലും എടുക്കണം. സോ ഹിമാചലിൽ നോൺ ടാക്സബിൾ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ദ രജിസ്ട്രേഷൻ ലിമിറ്റ് വോട്ട് വിൽ ഗെറ്റ് റെഡ്യൂസ് ടു 10 lakhs നാഗാലാൻഡിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ മാത്രം എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഹിയർ ബോത്ത് ആർ ടാക്സബിൾ, സോ രണ്ട് സ്ഥലത്തും വേണം. നെക്സ്റ്റ് Mehta engaged in business of trading of books. He is eligible composition scheme and has opted. He seeks your advice records that are not required to maintain. അപ്പോൾ ഇത് ഈ ആൻസർ നിങ്ങൾ വായിച്ചാൽ മതി. അതിന് ബുക്സ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൽ കോമ്പോസിഷൻ സ്കീമിൻ്റെ കോമ്പോസിഷൻ സ്കീം he seeks your advice not required to maintain. Question number 17 വായിച്ചാൽ മതി. അത് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഉണ്ടാവും. കാരണം ടാക്സ് അവർക്ക് പേ ചെയ്യേണ്ട ആവശ്യം കളക്ട് ചെയ്യേണ്ട ആവശ്യം ഇൻപുട്ട് ടാക്സ് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ഇസ് എന്താ പറയുക an event management company provides service of organizing sporting event, organizing grand organization. Remember A, B, C, D, E, F, G. 12 subsection 7 അനുസരിച്ച് event organization ആണെങ്കിൽ ഏതായിരിക്കും place of supply? Place of supply shall be where the event is held. Is that clear? So എന്താ പറയുക സോ place of supply ൻ്റെ ചാപ്റ്ററിൽ grant. Okay, is that clear? 12 subsection 7 grant event. Okay, sporting event so and so. Okay, is that clear? So place of supply shall be എന്തായിരിക്കും? Place of supply shall be a location of such person. Unregistered ആണെങ്കിൽ എന്തായിരിക്കും? Event is actually held. Is that clear? So നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നോക്കാം. In case of an event, the recipient of service is registered ആണെങ്കിൽ place of supply shall be supply of service or organization of event is the location of such person. Unregistered ആണെങ്കിൽ എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ event is held. Okay, so multiple statesലാണെങ്കിൽ എന്തായിരിക്കും? Consolidated amount is charged for supply of service. The place of supply will be deemed to be each state in proportion to the value of എന്തായിരിക്കും services determined as per the contract. In the absence of contract ഒക്കെ ആണെങ്കിൽ between supplier and the recipient, the proportionate value of service made in each state will be computed in accordance with the IGST rules, accepted principles അനുസരിച്ച് ചെയ്യും. Is that clear? So
നെക്സ്റ്റ് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആയിട്ട് നോക്കണം. ഡിസ്കസ് ടാക്സബിലിറ്റി ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ഷെയർസ് സെക്യൂരിറ്റി ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ 2 സബ്സെക്ഷൻ 52 സർവീസിനും 2 സബ്സെക്ഷൻ 102 നോക്കിക്കഴിഞ്ഞാൽ എക്സ്ക്ലൂഡ്സ് വാട്ട് ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ് നമ്മളവിടെ കണ്ടായിരുന്നു. സോ ഇറ്റ്സ് നോട്ട് നീദർ ഗുഡ്സ് ഓർ സർവീസ്, അപ്പോൾ സപ്ലൈ അല്ല എന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇത് ടാക്സബിലിറ്റി അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാവുന്നതാണ്, വായിച്ച് നോക്കാവുന്നതാണ്. ജി എസ് ടി ആംബിറ്റിന് പുറത്തായിരിക്കും. പക്ഷേ സെക്യൂരിറ്റി സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി സർവീസ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സർവീസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ. ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റി ഡീൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ലയബിൾ ടു ജി എസ് ടി ബിക്കോസ് ഇറ്റ്സ് നീദർ ഗുഡ്സ് ഓർ സർവീസ്. പക്ഷേ സർവീസസ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് സബ്ജക്ട് ടു വാട്ട് ജി എസ് ടി. സോ എന്താ പറയുക, ഓവർ ഹിയർ യു ക്യാൻ സി ദെയർഫോർ ആക്ടിവിറ്റി ഓഫ് ഹോൾഡിംഗ് ഷെയർസ്. കൺക്ലൂഷൻ ഞാൻ വായിക്കാം. ഷെയർസ് ഇൻ സബ്സിഡറി കമ്പനി ബൈ ദ ഹോൾഡിംഗ് കമ്പനി cannot be treated as what supply of service by a holding company to a subsidiary company and cannot be leviable to what tax. Is that clear? So ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ് because security includes what shares. So ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. Neither what securities are neither goods or service. 2 subsection 52 you can write down, 2 subsection 102 you can write down. Is that clear? So moving further to the last query, whether a return can be revised, GSTR 1 can be revised after filing the same. If some changes are required to be made, revise ചെയ്യാൻ പറ്റില്ല. It can be amended through the subsequent month's return, but last date to amend ഏതായിരിക്കും 30th November or of the next financial year or date of filing annual return, whichever is earlier. Is that clear? So it cannot be what revise ചെയ്യാൻ പറ്റില്ല. It can only be amended through the subsequent months return. GSTR 1 എന്നുള്ള അല്ലേ പുതിയൊരു കാര്യം വന്നിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ പ്ലേസ് ഓഫ് സപ്ലൈ ഇ കോമേഴ്സ് ഓപ്പറേറ്ററിൻ്റെയും ബിൽ ടു ഷിപ്പ് ടു കേസിൽ അതും ഡയറക്റ്റ്ലി പ്രാവശ്യം ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പോയിന്റ്സ് എല്ലാം. 30th November following the end of the financial year or actually to finding annual return whichever is earlier. ഓക്കെ, സോ അതിൻ്റെ ഇൻട്രസ്റ്റും ഡിലേ ആയിപ്പോൾ ഒരു സെയിൽ കാണിക്കാനായിട്ടെന്ന് വിചാരിക്കാം. പിന്നെ സബ്സിക്വൻറ്റ് മന്ത്സിലല്ലേ കാണിക്കുന്നത്. സോ അതിൻ്റെ ഇൻട്രസ്റ്റും എല്ലാം പേ ചെയ്യണം ആ സമയത്ത് കാണിക്കുമ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് ആക്ച്വലി എന്താ പറയുക ഫസ്റ്റ് MTP. ഇനി നമുക്ക് സെക്കൻഡ് MTPയിലേക്ക് എന്ത് ചെയ്യാം പോവാവുന്നതാണ്. ഈ ഒരു സ്പീഡിൽ തന്നെ ആയിരിക്കും പോകുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, താങ്ക് യു.